നമസ്കാരം. ലെബനനിൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ഒളിയാക്രമണത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിലാണ് സ്പെഷ്യൽ ഫോഴ്സസ് സൈനികൻ കൊല്ലപ്പെട്ടത്. അദൈസെ ഗ്രാമത്തിന് സമീപമുള്ള തുരങ്ക കവാടത്തിലേക്ക് കയറിയതോടെയാണ് IDFന് നേരെ അപ്രതീക്ഷിത ഒളിയാക്രമണം ഉണ്ടായത്. ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരമെങ്കിലും 4 പേർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചു എന്നാണ് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഇഗോസ് കമാൻഡോ യൂണിറ്റിലെ ക്യാപ്റ്റൻ എയ്ദാൻ ഇത്ഷാഖ് ഓസ്റ്ററാണ് കൊല്ലപ്പെട്ടതെന്ന് IDF അറിയിച്ചു. ഇരുട്ടിന്റെ മറവിൽ ഇസ്രയേലി സൈനികർ അതിർത്തി കടക്കുന്നതിന്റെയും പിന്നീട് ഗ്രാമത്തിലേക്ക് മുന്നേറുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. ഹിസ്ബുള്ളയുടെ ഗറില്ല യുദ്ധമുറകൾ പയറ്റാൻ അനുകൂല സാഹചര്യമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ തങ്ങളുടെ അംഗങ്ങൾ അദൈസെ, മാറൂൺ അൽ റാസ് ഗ്രാമങ്ങളിലെ ഇസ്രയേലി യൂണിറ്റുകൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിയതായി ഹിസ്ബുള്ള മാധ്യമ ഓഫീസർ മുഹമ്മദ് അഫീഫ് അവകാശപ്പെട്ടിരുന്നു. അതിർത്തിയിലെ ഇസ്രയേലി സൈനികർക്ക് നേരെ 100 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഹസൻ നസ്രല്ലയുടെ മരണത്തിന് ശേഷം തങ്ങൾ ദുർബലരായെന്ന വാദവും മുഹമ്മദ് അഫീഫ് തള്ളിക്കളഞ്ഞു. അതേസമയം ഇന്നലെ 200ഓളം മിസൈലുകൾ പായിച്ച് ആക്രമണം നടത്തി ഇറാനും മറുപടി നൽകാൻ ഒരുങ്ങിയാണ് ഇസ്രായേലെന്നും റിപ്പോർട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ IDF ഇന്നും വ്യോമാക്രമണം തുടർന്നു. ആയിരക്കണക്കിന് ലെബനീസ് പൗരർ വടക്കൻ മേഖലയിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. തെക്കൻ ലെബനനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടതോടെ വിദേശികളും രാജ്യം വിടുകയാണ്. ഇന്നലത്തെ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചത്. ഇറാൻ വലിയ അബദ്ധമാണ് കാട്ടിയതെന്നും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ വർഷിച്ചത്. കഴിഞ്ഞ ദിവസം 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തത്. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ ലെബനനിൽ വെച്ചും വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു ഇത്. ഗദ്ദർ, ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട്. തങ്ങളുടെ മിസൈലുകൾ 90% ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ജൂണിലാണ് ഫത്ത 1 മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത്. അറബിയിൽ തുറക്കുന്നത് എന്നാണ് ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ് മിസൈലിന് ഈ പേര് നൽകിയത്. ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക്. കര ഇന്ധനമാണ് ഫത്ത റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത്. കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡ് മിസൈലായ ഫത്തയുടെ 2 ഘട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫത്ത 1ന് 1400 കിലോമീറ്ററാണ് പരിധി. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഫത്ത 1. 16,000 മുതൽ 18,500 കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് കഴിയും. ശബ്ദത്തേക്കാൾ 3 ഇരട്ടിയാണ് വേഗത. ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാൻ ഫത്തയ്ക്ക് കഴിയും. ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ ഫത്ത 1ന് സാധിക്കും. അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ, ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി, സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ടുന്ന പ്രത്യേകത. കഴിഞ്ഞ നവംബറിൽ ഫത്ത 1ന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത 2 ഇറാൻ അവതരിപ്പിച്ചിരുന്നു. ഫത്ത 2ന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത 1ന് സമാനമാണ്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർമുനയുടെ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റമുണ്ട്. ഹൈപ്പർസോണിക് ക്രൂയിസ് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്ത 2. 12 മീറ്റർ നീളമുള്ള ഫത്ത 2 മിസൈലിന്റെ ഭാരം 4100 കിലോമീറ്ററാണ്. 1400 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി.